ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കപ്പലണ്ടി റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനായി വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കപ്പലണ്ടിയിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പിന്നീട് ഒരു 1/4 കപ്പ് കടലമാവ് ചേർക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഞാനിവിടെ കായത്തിന്റെ പൊടി ഇല്ലാത്തത് കാരണം കായത്തിന്റെ കഷ്ണം വെള്ളത്തിലിട്ട് നേരത്തെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. പൊടിയാണ് ഉള്ളതെങ്കിൽ നേരത്തെ പൊടിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നീട് വെള്ളവും കൂടെ ചേർത്താൽ മതി. കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ആകരുത്. നല്ല രീതിയിൽ ഇതെല്ലാം മസാലയൊന്നും എല്ലായിടത്തും പിടിക്കുന്നത് പോലെ നല്ലതായി മിക്സ് ചെയ്യുക. ഇപ്പം മസാലകളെല്ലാം നല്ല രീതിയിൽ കപ്പലണ്ടിയിൽ പിടിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നീട് ചൂടായ എണ്ണയിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. ഒന്നേ തൊടാതെ ഇട്ട് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചു പോകും. എല്ലാം കൂടെ ഒരേ സമയം ഇട്ട് മൂപ്പിച്ചെടുക്കേണ്ടതില്ല. കുറച്ചെടുത്ത് നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ആദ്യം ഇട്ടുള്ളൂ. ഇട്ട് കഴിഞ്ഞൊരു 2 സെക്കൻഡിന് ശേഷം മാത്രമേ ഇളക്കാവൂ. അതല്ലെങ്കിൽ ആ കപ്പലണ്ടിയിൽ നിന്ന് മസാലയെല്ലാം ഇനി വിട്ടുപോരും. നല്ലതായി ഇളക്കിയെടുക്കുക. ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചിട്ടേക്കുന്നത്. അത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് രണ്ടും നല്ല രീതിയിലൊന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി വറുത്ത് കോരിയെടുക്കാം. അപ്പം എല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇതുകൂടെ വറുത്ത് കോരി നമുക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന കപ്പലണ്ടിയിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കപ്പലണ്ടി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.